ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെന്നാ കാണിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ അമ്പലത്തിലെ പ്രസാദമാണ്. നോർത്ത് ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസാദം നമ്മളെ നാട്ടിലൊന്നും ഇതുപോലെയുള്ള പ്രസാദം എന്നിട്ട് ഇങ്ങനെയല്ലല്ലോ കിട്ടുക. ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇവിടെ വ്യാഴാഴ്ചയാണ്. അപ്പോൾ സായിബാബാൻ്റെ അമ്പലത്തിൽ വ്യാഴാഴ്ച പ്രത്യേക പൂജയാണ്. അപ്പോൾ അതിന് നമ്മളെ മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ആൾക്കാർ ഓരോരോ പ്രസാദം അവിടെ പോകുന്നവർക്കെല്ലാം കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സാധനങ്ങൾ പറയാം വേറെ ഉണ്ടാവും ഓരോ പ്രാവശ്യം. ഇത് ആദ്യമായിട്ടാണ് ഇതുപോലത്തെ കിട്ടുന്നത്. ഇത് പൂരി, ഇത് ലഡു, ഇതതിൻ്റെ കറി. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ എന്ന് പറഞ്ഞാൽ ആരും നെഗറ്റീവ് പറയണ്ട. ഇത് ഫുഡ് ഗ്രേഡിൻ്റെ പ്ലാസ്റ്റിക്കിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാളെ പോയേ. അപ്പോൾ 2 ബോക്സാണ് കിട്ടിയത്. ഓക്കെ, 2 ബോക്സാണ് സംഭവം കിട്ടിയത്. അപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിലെ കേരളത്തിലേതായാലും വേറെ എവിടത്തെയായാലും കേരളത്തിനേക്കാളും ബാക്കി എല്ലാ സ്ഥലത്തും വ്യത്യാസം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പൂജയും അതെ, അവിടുത്തെ പ്രസാദവും കാര്യങ്ങളും അതെ. ഇവിടെ സായിബാബാൻ്റെ അമ്പലം എന്ന് പറഞ്ഞാലേ, ഈ സായിബാബ എന്ന് പറഞ്ഞാൽ പുട്ടവർത്തിയിലെ സായിബാബയല്ല കേട്ടോ, മറ്റേ ഷിർദി സായിബാബ, ഷിർദി എന്നൊക്കെ പറയും. അപ്പോൾ ഭയങ്കര എല്ലാവരും ഒരുപാട് ആൾക്കാർ അങ്ങനെ അല്ല സായിബാബ ഭക്തന്മാരുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ ആദ്യം മുതലേ അങ്ങനെ വ്യാഴാഴ്ച പോകുമായിരുന്നു. പിന്നെ പ്രസാദമൊക്കെ കൊടുക്കുമായിരുന്നു ആ സമയത്ത്. ഇങ്ങനെ പാൽപ്പായസം ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഷിറ എന്ന് പറയും ഇതിൻ്റെ റവേൻ്റെ റവ നെയ്യിൽ വറുത്തിട്ട് പാലെല്ലാം ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഇവിടെ മഹാരാഷ്ട്രയിലുള്ള സിറ എന്ന് പറയുക, ഇവിടെ ഹൽവ എന്ന് പറയുക. അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ആൾക്കാർ ഇങ്ങനെ ചുറ്റും വരുമ്പോൾ ഓരോ പാത്രത്തിലാക്കിയിട്ടെല്ലാം കൊടുക്കും അങ്ങനെ. അപ്പോൾ ഓരോരാൾക്കും ഓരോ വിശ്വാസമല്ലേ അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സായിബാബാൻ്റെ പക്ഷേങ്കിൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. ആൾക്കാർ വിശ്വസിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആരും നിർബന്ധിച്ച് ഇത്ര പൈസേൻ്റെ പൂജ അത് ഇത് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും ഇവിടുത്തെ, ഞങ്ങൾ പോകുന്ന അമ്പലത്തിലൊന്നും കണ്ടിട്ടില്ല. പൈസേനെ നമുക്ക് വെണ്ണാരത്തിൽ ഇടണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട, അങ്ങനെയൊക്കെയാണ്. നമ്മളെ നാട്ടിലെ ജലധാര ക്ഷീരധാര എന്നെല്ലാം പറയുന്നില്ലേ, അതെല്ലാം ഇവിടെ നമുക്ക് തന്നെ ചെയ്യാം. നമ്മളവിടെ ഏൽപ്പിച്ചിട്ട് റെസീറ്റ് മുറിക്കുമല്ലേ എന്ന്. ഇതിപ്പം ജലധാരയാണെങ്കിൽ നമുക്ക് വെള്ളം നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടോ അല്ല അമ്പലത്തിൽ നിന്ന് എടുത്തിട്ടോ ശിവലിംഗത്തെല്ലാം ചെയ്യണമെങ്കിൽ ജലധാര ചെയ്യാൻ പറ്റും. ഞാനൊരു ദിവസം വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ക്ഷീരധാരയാണെങ്കിൽ പാൽ നമ്മൾ കൊണ്ടുപോയിട്ട് പാലൊഴിച്ചിട്ട് ക്ഷീരധാര ചെയ്യാൻ പറ്റും. എനിക്കൊന്നും നമ്മളെ നാട്ടിലേക്കാളും ഇവിടെ ആരാ വരുന്നത്, ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണെന്നൊന്നും ചോദിക്കുകയൊന്നുമില്ല. ആർക്കും വേണ്ടിക്കും പോവാം. വേറൊരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളവിടെ അമ്പലത്തിലേക്ക് കയറുമ്പോൾ അപ്പം തന്നെ തലയിൽ തുണി ഇട്ടിട്ടാണ് കയറുക, തട്ടം പോലെ. അപ്പോൾ അത് ഭയങ്കര ഒരു തുടക്കത്തിലെല്ലാം എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. നമ്മൾ തലയിലിടുന്നവർ ഒന്നിക്ക് പള്ളിയിൽ പോകുമ്പോൾ ക്രിസ്ത്യാനികൾ, ഇല്ലെങ്കിൽ വീട്ടിലായാലും എവിടെയായാലും മുസ്ലിങ്ങളല്ലേ. നമ്മൾ ഹിന്ദുക്കളെ കേരളത്തിൽ തലയിൽ തുണി ഇടൽ കുറവല്ലേ. ഇവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടും വീടുകളിൽ തന്നെയും മൂത്ത ആൾക്കാർ വരുമ്പം ഭർത്താവിൻ്റെ ഏട്ടൻ വരുന്ന അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാരെയാണ് കൂടുതൽ ഇവർ ബഹുമാനത്തോടെ തലയിൽ തുണിയിട്ട് വെക്കുക എന്ന് പറയുന്നത്. അത് സ്വന്തം അച്ഛനും ആങ്ങളെല്ലാം ആകുമ്പോൾ അങ്ങനെ നിർബന്ധമില്ല അങ്ങനെ ഇടണം എന്നുള്ളത്. അങ്ങനെയൊക്കെയാണ്. നല്ലൊരു ഭയങ്കര എന്താ പറയുക, ഒരതിശം പോലെയായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ സായിബാബാൻ്റെ അടുത്ത് അല്ലാണ്ട് എല്ലാ അമ്പലത്തിലും അതെ തലയിൽ നമ്മൾ ഇങ്ങനെ ഇടും. ഞാൻ ചിലപ്പോൾ മറന്നു പോലുണ്ട്. നിർബന്ധമൊന്നും പറയുന്നില്ല അവർ. പക്ഷേ എല്ലാവരും സാരി കൊണ്ട് തലയിൽ ഇട്ടിട്ടാണ് സാധാരണയും നടക്കും. അമ്പലത്തിൽ പോകുമ്പോൾ അല്ലാണ്ട് സാധാരണ അതെ. അപ്പോൾ ഞാനും ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ശീലമായിപ്പോയി. അങ്ങനെയാണ്. അപ്പോൾ ഒരു പ്രസാദത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.